ഈ ചൂട് സമയത്ത് ശ്രദ്ധിക്കണമെന്നത് ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ പറയുന്നത്. വാർത്തകളിലൊക്കെ പാമ്പിൻ്റെ കാര്യം പറയുമ്പോൾ പേടിയായിരുന്നു മനസ്സിൽ. അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ദൈവത്തിൻ്റെ ഇതും കൊണ്ട് ചേട്ടായിക്കൊന്നും കൊത്തിയിട്ടില്ല. അങ്ങനെ ഫോറസ്റ്റുകാരെ വിളിച്ചു. അവർ വന്ന് അതിനെ പിടിക്കാനുള്ള എല്ലാ പരിപാടിയും നോക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരനാണെങ്കിൽ അവിടെ നിൽക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുകയാണ്. സംഭവത്തിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് ആദ്യം പോയിട്ടുണ്ടെങ്കിലും ഞാൻ പേടിച്ചു പോയി, ഇനി അതിനെ കിട്ടത്തില്ലെന്ന് കേട്ടോ. അത് ആദ്യം കൈ വിട്ടു പോയായിരുന്നേ. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കായി, ചൂട് കാരണം രാവിലെ നിന്നില്ല രാത്രി നിന്നില്ല ആരും വാതിൽ തുറന്നും ജനൽ തുറന്നും ഒക്കെ ഇടാതിരിക്കുക. ഇപ്പം തന്നെ ഓരോ വീട്ടിലും വരുമ്പോൾ നമുക്ക് ടെൻഷനാണ്. ദൈവമേ ഇനി എങ്ങനെയാണ് എപ്പോഴാണെന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് ഞങ്ങളുടെ വീട്ടിലെത്തിയത്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും പുറത്തൊക്കെ ഉള്ള സമയത്ത് വാതിലൊക്കെ തുറന്നിടുക. അല്ലാത്ത ടൈമൊക്കെ പൂട്ടി നല്ല രീതിയിൽ കിടക്കാൻ നേരത്താണേലും എപ്പോഴാണേലും ഒക്കെ എല്ലാം ഒന്ന് നോക്കിയിട്ട് തന്നെ കിടക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ എത്ര സേഫ്റ്റി ഉള്ള വീടാണെങ്കിൽ പോലും നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം. അങ്ങനെ അവർ വന്ന് പാമ്പിനെയൊക്കെ പിടിച്ചിട്ട് പോയി കേട്ടോ. പിന്നെ അവിടെ എല്ലാവരും നോക്കി, അവിടെ നിന്ന് ഒന്നിനെയും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇവർ നോക്കിപ്പോയി, എല്ലാം നോക്കി എല്ലാം ചെയ്തു പോയതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസവും വേറൊരു പാമ്പിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ ഫസ്റ്റേ പറഞ്ഞത്, ഭയങ്കര എത്ര ശ്രദ്ധിച്ചാലും എവിടെന്നെങ്കിലുമൊക്കെ ഓരോന്നൊക്കെ കാണും കേട്ടോ. നമ്മൾ എത്രയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്നെങ്കിലും കാണും. ഇവരിത് പോയി എല്ലാം നോക്കിയിട്ട് പോയതാണ്. എന്നാൽ ചുറ്റും നോക്കി. ഇനിയിപ്പോൾ രാത്രി ആയതുകൊണ്ട് അവരങ്ങനെ ശരിക്കും നോക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എത്രയാണെന്ന് വെച്ചാൽ നോക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും നോക്കിയിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഈ ഒരു സാധനത്തിനെ കിട്ടി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ.